പാറ്റകളുടെ സീസൺ 2 വരുന്നു എന്ന് അഭിജിത്ത് ദീപ്കെ. ജന്തർ മന്ദറിൽ പാറ്റ സമരത്തിന്റെ സീസൺ 2 വരുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പറയുന്നു. അതേസമയം ജാർഖണ്ഡിലും പഞ്ചാബിലും കർണാടകയിലും ചോദ്യപേപ്പർ ചോർച്ചകളിൽ ഈ നിമിഷം വരെ CJP രംഗത്ത് വന്നിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു സമരം നടക്കുന്നു. അതിനെ ഈ ആം ആദ്മി പാർട്ടിയുടെ ഏജന്റ് പിമ്പ് അഭിജിത്ത് ദീപ്കെ അടങ്ങുന്ന സംഘം ഹൈജാക്ക് ചെയ്യുന്നു, കലാപം അഴിച്ചുവിടുന്നു. ഏറ്റവും ഒടുവിൽ സർക്കാരിന് അതിൻ്റെ മെറിറ്റ് ബോധ്യപ്പെട്ട് സർക്കാർ ആവശ്യങ്ങൾക്ക് വഴങ്ങുന്നു. അതവിടെ തീരേണ്ടതാണ്. പക്ഷേ സർക്കാരിനെ മുൾമുനയിൽ നിർത്തി കാര്യങ്ങൾ നേടാം എന്നാണ് ഈ അഭിജിത്ത് ദീപ്കെ വിചാരിക്കുന്നത്. മിസ്റ്റർ അഭിജിത്ത് ദീപ്കെ, നിങ്ങളുടെ രണ്ടാമത്തെ വരവ് അത് എന്തിൻ്റെ പേരിലായാലും രാഷ്ട്രസ്നേഹികളായ ചെറുപ്പക്കാർ ജെൻസി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, നിങ്ങളെ കാത്തിരിക്കുന്നു. എന്താണ് നിങ്ങൾ ജന്തർ മന്ദറിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ രാഷ്ട്രം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. തെരുവിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ ഈ പേക്കൂത്ത് കണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായിരിക്കുന്ന അനവധി ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട് എന്നോർക്കണം. വാർത്തയിലേക്ക്. പാറ്റകൾ ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിന്റെ മറവിലെ ആക്രമണത്തിന്റെ സീസൺ 2 വരുന്നെന്ന മുന്നറിയിപ്പാണ് അഭിജിത്ത് ദീപ്കെ നൽകിയത്. നീറ്റ് വിഷയത്തിൽ രാജ്യതലസ്ഥാനത്ത് CJP നടത്തിയ സമരത്തിൽ വൻ ആക്രമണമാണ് അരങ്ങേറിയത്. മഹാരാഷ്ട്രയിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങിയെത്തിയ ശേഷമാണ് വളരെ വേഗത്തിൽ സീസൺ 2 വരുമെന്ന് അഭിജിത്ത് ദീപ്കെ പറഞ്ഞത്. മഹാരാഷ്ട്രയിൽ ചേർന്ന CJPയുടെ കോർ കമ്മിറ്റി സമ്മർദ്ദ ഗ്രൂപ്പായി തുടരുന്നതിനും ദേശീയ തലത്തിൽ സംഘടനാ രൂപം നൽകുന്നതിനും തീരുമാനിച്ചിരുന്നു. അതേസമയം CJPയുടെ സാമ്പത്തിക സ്രോതസ്, സമൂഹ മാധ്യമങ്ങളിലെ പെയ്ഡ് പ്രൊമോഷൻ എന്നീ കാര്യങ്ങളിൽ വിശ്വാസയോഗ്യമായ വിശദീകരണം നൽകാൻ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. CJP നേതാക്കളുടെ പല സമൂഹ മാധ്യമ പോസ്റ്റുകളും മെറ്റ നീക്കം ചെയ്തതും സംഘടനയ്ക്ക് തിരിച്ചടിയായി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച CJP ജാർഖണ്ഡിലും പഞ്ചാബിലും കർണാടകയിലും ചോദ്യപേപ്പർ ചോർച്ചകളിൽ പ്രതിഷേധ രംഗത്ത് സജീവമാകാത്തതും വിമർശനത്തിന് കാരണമായിട്ടുണ്ട്. ജനം, ഡൽഹി.